സ്വർഗാദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ കാലയളവിലുള്ള ഓരോ ആഴ്ചകളും എന്ന് പറയുന്നത് വലിയ നോമ്പിൻ്റെ യാത്രയുടെ ഇടതാവളങ്ങളാണ്. അതായത് നമ്മളൊരു വലിയ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒന്ന് വിശ്രമിച്ചും അതുപോലെ കരുതേണ്ടതൊക്കെ കരുതിയാണ് ആ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വലിയ നോമ്പിൻ്റെ യാത്രയുടെ ഒരു ഇടതാവളങ്ങളാണ് നോമ്പിൻ്റെ ഓരോ ആഴ്ചകളും. ആയതിനാൽ ഇടതാവളങ്ങളാകുന്ന ഈ നോമ്പിൻ്റെ ഓരോ ആഴ്ചകളിൽ നമുക്ക് കരുതേണ്ടത് കരുതിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നോമ്പിൻ്റെ 5-ാമത്തെ ആഴ്ച കൂനിയായ സ്ത്രീയെ നിവർത്തുന്ന സംഭവം. ഈ കൂരിൻ്റെ സ്വഭാവം നമുക്ക് ഏവർക്കും അറിയാം. താഴേക്ക് മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ, ഉയരങ്ങളിലേക്ക് നോക്കാൻ കഴിയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് തന്നെയാണല്ലോ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എപ്പോഴും ഈ ഭൂമിയിലുള്ള ഈ ലോകത്തുള്ള ഭൗതികമായതിൽ മാത്രം ആശ്രയിച്ച് അതിൽ ആസക്തിയോടുകൂടി ജീവിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ തക്കവണ്ണം നമ്മളെ രൂപാന്തരപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ 5-ാമത്തെ ആഴ്ചയിലൂടെ, അതായത് ഈ കൂനിയായ സ്ത്രീയിലൂടെ നമുക്ക് നൽകുന്ന 1-ാമത്തെ സന്ദേശം അതാണ്. 2ാമത് കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ അതിശയങ്ങളെല്ലാം ഒന്നിലേ മറ്റൊരാൾ മുഖേന അല്ലെങ്കിൽ ആ രോഗിയുടെ അപേക്ഷ പ്രകാരമാണ് കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ അതൊന്നും നടന്നില്ല. ഇവിടെ ഈ സ്ത്രീയെ കണ്ടിട്ട് കർത്താവ് തന്നെ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശു തമ്പുരാൻ ഉണ്ടായിരുന്നിടത്ത് അവൾ ഉണ്ടായിരുന്നു എന്നതാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. യേശു തമ്പുരാൻ ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ വന്ന കൂട്ടത്തിൽ അവൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ അവളെ ദൈവം കർത്താവ് അവിടെ കാണുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുമിച്ചുള്ള ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം എന്തുവാണെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെ നോക്കുന്നിടത്ത് നമ്മൾ ഇരിക്കുന്നു. അതുതന്നെയാണ് വലിയ അനുഗ്രഹം. അതായത് ദൈവം തമ്പുരാൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ഞാനും നിങ്ങളും ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ദൈവം നമ്മളെ കാണും. ഇതാണ് ഇവിടെ ഈ കൂനിയിലൂടെ സംഭവിക്കുന്നത്. ദൈവം വസിക്കുന്നിടത്ത് ആ സ്ത്രീ ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.